ജാൻമണിയാണെങ്കിൽ ഇപ്പോൾ രഞ്ജിനി ചേച്ചി നമുക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ്. രഞ്ജിനി ചേച്ചി എത്ര വർഷങ്ങളായിട്ട് ഇതിന്റെ പുറകെ റിസർച്ച് പോലും നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനൊന്നും വാങ്ങിച്ചിട്ടല്ല പോയത്. ഇവർക്കൊക്കെ ഒരു പ്യുവർ സോൾ ഉണ്ട്. ഇപ്പൊ ജാൻമണി എന്റെ സുഹൃത്തായ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാൻമണി അങ്ങനെ എങ്ങനെയാണ്. പക്ഷെ അതൊന്നുമല്ല, നമ്മൾക്ക് ജാൻമണി എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ പ്യുവർ സോൾ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ജാൻമണിയും രഞ്ജിനി ചേച്ചിയൊക്കെ പേഴ്സണലായിട്ട് അറിയുന്നവരാണ്. ഇവരൊക്കെ പ്യുവർ സോൾ ആണത്രേ. പ്യുവർ സോൾ ഇപ്പൊ എയറിലല്ല, സോൾ എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ പോയല്ലോ സോള്. ഇവരെന്താണ് ഈ പറയുന്നത്? ഇല്ല, ജാൻമണിയും ഇവരൊക്കെ ഉണ്ടല്ലോ എന്താണ് പറയുന്നതെന്ന് ഒരു മനുഷ്യർക്ക് ഒരു കാര്യവും മനസ്സിലാവത്തില്ല. ഇവരിപ്പോ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ? ഇവരെന്ത് ഈ രഞ്ജിനി ഹരിദാസ് എന്തിനെ കൊണ്ട് കുറിച്ച് റിസർച്ച് ചെയ്തു അത്രേ? എന്തിനെ കുറിച്ചാ? സമരത്തെ കുറിച്ചോ? ഈ പ്രൊട്ടസ്റ്റിന്റെ കാര്യങ്ങളാ പറയുന്നത്. ജാൻമണിയും രഞ്ജിനി ഹരിദാസും ഒക്കെ ഇപ്പൊ പ്രൊട്ടസ്റ്റിന് പോയല്ലോ, അക്കാര്യങ്ങളൊക്കെയാ പറയുന്നത്. അതിലിപ്പോ ഇവരെന്താ പറയുന്നത്? ഇവരൊക്കെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു. ഇവർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുവാന്ന്. ഇപ്പൊ അതേ പറയുന്നു ഇവരൊക്കെ റിസർച്ച് ചെയ്യും, ഇവരൊക്കെ പ്യുവർ സോൾ ആണെന്ന്. തീർന്നിട്ടില്ല, ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരോട് വന്നിട്ടുണ്ട്. ബംഗാളി എന്നും കൊച്ചുപ്രേമൻ എന്നും വിളിച്ച് നാണം കെടുത്തിയ ജാൻമണി ദാസ്, പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, എത്ര മനുഷ്യർക്ക് വേണ്ടി പോരാടി. അവരും പോയി ഡൽഹിയിൽ പോയി ഇതിരുന്നു. അപ്പൊ ഇതൊന്നും കാണാനും കേൾക്കാനുമുള്ള ബാക്കി അവിടെ പോയി അപ്പോഴത്തേന് പുറയുന്ന ആരാണ്ട് വിളിച്ചു പറയണ്ട, മിണ്ടണ്ട, പറയണ്ട, കാര്യങ്ങളെ കുറിച്ചൊന്നും ഇനി പറയണ്ടാണ്. അപ്പൊ ഇനിയിപ്പം ഞങ്ങളെ കൂട്ടത്തിലുള്ള വേറെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ദിയാസന, ക്യൂർ മനുഷ്യർക്ക് വേണ്ടി യഥേഷ്ടം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദിയാസന. അപ്പൊ ഇതൊക്കെ കാണി കേൾക്കുകയും വേണം. ഇതെല്ലാവരുടെയും കൂട്ടായ വിജയമാണ്. ഇതെല്ലാവരുടെയും കൂട്ടായ വിജയം എന്നല്ല പറയുന്നത്. ഇത് നിങ്ങളുടെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിജയമാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇവരൊക്കെ അവിടെ പോയിട്ട് എന്താ ചെയ്തത്? കുറെ റീൽസിലും കുറെ ഫോട്ടോസിലും ഒക്കെ നിന്നിട്ട് പോസ്റ്റ് ചെയ്ത് കാണിച്ചു. അല്ലാതെ ഇവരൊക്കെ എത്രയോ കുട്ടികളാണ് അവിടെ കിടന്ന് അടികൊണ്ടത്. എത്രയോ കുട്ടികളാണ് അവിടെ രാത്രിയിലും പകലും ഭക്ഷണം പോലും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ഈ പോയ നിങ്ങളെ കൂട്ടാളികളൊക്കെ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ കൂട്ടാളികളെയൊന്നും ഈ പോലീസുകാരൊന്നും ബാരിക്കേഡ് വെച്ച് അടിക്കുന്നതും ലാത്തി ചാർജ് ചെയ്യുന്നതും ഒന്നും നമ്മളാരും കണ്ടില്ലല്ലോ. ചെന്ന് പോസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നത്, ഫോട്ടോ ചെയ്യുന്നത് മാത്രമല്ലേ കണ്ടുള്ളൂ. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമായി അവിടെ പോയി നിന്നിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തപ്പോഴത്തേനും ഞങ്ങളുടെ കൂട്ടാളികൾ അതിന്റെ ഭാഗമായി അവർ പോയി വിജയിപ്പിച്ച് തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നല്ലതുപോലെ വിജയിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ കൂട്ടാളികൾ. തീർന്നിട്ടില്ല, ഇനിയുണ്ടേ. ജാൻമണി ശരിക്കും കേരളത്തിലെ ഝാൻസി റാണി എന്നൊക്കെ പറയുന്ന ആൾക്കാർ അതൊക്കെ ഞാൻ ഉണ്ടാവും. എന്റെ ഈ അതിനകത്ത് ഒരു ഫോട്ടോ കണ്ടു. ജാൻമണി ഇങ്ങനെ കൈ ചൂണ്ടി നിൽക്കുന്ന ഒരു സംഭവം. അതിനകത്ത് പറയണ്ടേ എന്നെ തൊട്ടാ നീ വിവരം അറിയുന്ന പോലീസുകാരോട് പറയണ്ടേ? അതൊക്കെ തന്നെ തറ. എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 10 കൊടുക്കും. കാരണം എനിക്ക് പേടിയൊന്നുമില്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഒരു പേടിയില്ല എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ 10 അല്ല 100 കൊടുക്കുമെന്നും അറിയാം. പിന്നെ നിങ്ങൾ ഈ കേരളത്തിന്റെ ഝാൻസി റാണിയാന്നൊക്കെ ഈ 1-2 സോഷ്യൽ മീഡിയക്കാരൊക്കെ അങ്ങ് പറയുമ്പോഴത്തേനും അതും കേട്ടോണ്ട് അങ്ങ് പൊങ്ങണ്ട കേട്ടോ. അതും കേട്ടോണ്ട് ഓരോന്ന് പറയാനായിട്ട് നിൽക്കണ്ട. നമ്മൾ ജാൻസി റാണിയാണ് ജാൻമണി. എസ്പെഷ്യലി പറയുന്നത് എന്റെ സുഹൃത്ത് ജാൻമണി കാണിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്ററെ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്താനും പ്രൈം മിനിസ്റ്ററുടെ അമ്മയെ വരെ ഈ രീതിയിൽ പറയാനും ഉള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു കാണിച്ച ഇത് ഒരു മനുഷ്യർക്കും ഉണ്ടാവില്ല. നിങ്ങളുടെ സുഹൃത്ത് കാണിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് അഭിമാനത്തോട് പറയാം, ജാൻസി റാണി എവിടെ കിടക്കുന്നു, ജാൻമണി എവിടെ കിടക്കുന്നു. ഇനിയിപ്പോ എങ്ങനെ എപ്പോഴും ആൾക്കാർ കുറ്റം പറയുന്നുണ്ട് ജാൻമണിനെ. കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് ജാൻമണി അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ്, അല്ലെങ്കിൽ ജാൻമണി രഞ്ജിനി ചേച്ചിയുടെ കൂടെ പോയതാണ്. എങ്ങനെയൊക്കെ ആയാലും പോയി ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത് അവിടെ നിന്നോ എല്ലാം ചെയ്തല്ലോ. അത് പോകാൻ പറ്റുന്നില്ല എന്ന് പോയ ആൾക്കാരെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ജാൻമണി ചെയ്ത് വളരെ നല്ല കാര്യമാണ്. അവിടെ പോയിട്ട് എന്ത് ചെയ്തു വെള്ളം കുടിക്കാൻ പോയി എന്ന് ഇവർക്ക് അല്ല, ഈ ജാസിക്ക് വല്ല ആവശ്യമുണ്ടോ? സ്വന്തം കൂട്ടുകാരിയെ തന്നെ ഈ രീതിയിൽ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ജാൻമണിയെ പറയാ, ജാൻമണി അവിടെ പോയത് വെള്ളം കുടിക്കാനും മറ്റേ അവരുടെ കൂട്ടത്തിൽ പോയതാണ്, രഞ്ജിനി ഹരിദാസിന്റെ കൂട്ടത്തിൽ പോയതാണെന്നുള്ള ഇവര് തന്നെ പറയുന്നു. സത്യത്തിൽ അത് തന്നെയാണ് സത്യം. വെള്ളം കുടിക്കാനും കുറച്ചൊന്ന് വൈറൽ ആവാനും കുറച്ച് റീൽസ് എടുക്കാനും പിന്നെ കുറച്ച് അയ്യോ എനിക്കറിയാൻ വയ്യ, ഇതിലൊക്കെ എല്ലാരെയും കാണിക്കാനും വേണ്ടിയിട്ടാണ് പോയത്. അല്ലാതെ അവിടെ പോയിട്ട് വലുതായിട്ടൊന്നും അവരാരും ഒന്നും ചെയ്തതൊന്നും ഇല്ല കേട്ടോ. എന്തൊക്കെയോ ചെയ്തെന്നാ പറയുന്നത്. എന്താ ചെയ്തോ നമ്മളാരും കണ്ടില്ല. നിങ്ങൾ കണ്ടോ എന്തെങ്കിലും ചെയ്യുന്നത്? അവരൊക്കെ ഞാൻ കണ്ടില്ല അവരൊന്നും വന്നില്ല ചെയ്യുന്നത്. എന്താ